ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് ക്ഷേത്രധ്വംസനം. ക്ഷേത്രഭൂമികളും പ്രതിഷ്ഠകളും വിവേചനരഹിതമായും ഏകപക്ഷീയമായും ഏറ്റെടുത്തുവെന്ന് ദേവസ്വം കമ്മീഷണർ. ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും അപരിഹാര്യമായ കോട്ടം സംഭവിച്ചുവെന്നും പരാതി 2023 മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ സർക്കാരിന് നൽകിയ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു. ജനം എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുകയാണ്. പ്രജിത്ത്, 2023 മെയ് മാസത്തിൽ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ വളരെ ഗുരുതരമായ കണ്ടെത്തലോടുകൂടി സർക്കാരിന് ഒരു കത്ത് നൽകി. ആ കത്തിൽ സൂചിപ്പിച്ചതുപോലെ വളരെ ഗുരുതരമായ ചില പരാമർശങ്ങളുണ്ട്. ആ കത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ആ കത്തിൽ പറഞ്ഞിരിക്കുന്നു പ്രജിത്ത്? രാഖി, ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ ക്ഷേത്രഭൂമികൾ വ്യാപകമായി പോകുകയും അതിന്റെ നഷ്ടപരിഹാര തുക സർക്കാർ കൈക്കലാക്കുകയും ചെയ്യുന്നതിനെ പറ്റിയുള്ള വാർത്ത നമ്മൾ പുറത്തുവിട്ടിരുന്നു. എന്നാൽ ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്നത് വ്യാപകമായ ക്ഷേത്രഭൂമി ഏറ്റെടുക്കലും ക്ഷേത്രധ്വംസനവുമാണ് എന്നുള്ളതാണ് അന്നത്തെ തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ തന്നെ സർക്കാരിനെ അറിയിച്ചിരിക്കുന്നത്. ഒന്ന്, ഈ ക്ഷേത്രത്തിന്റെ അവിഭാജ്യമായ ഘടകങ്ങൾ പോലും ആചാരാനുഷ്ഠാന പ്രകാരം വളരെ നിർണായകമായ ക്ഷേത്ര നിർമ്മിതികൾ പോലും വിവേചനരഹിതമായും ഏകപക്ഷീയമായും ഏറ്റെടുത്തു എന്നുള്ളതാണ് കമ്മീഷണർ ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന ഭാഗങ്ങൾ. അദ്ദേഹത്തിൻ്റെതായ കുറേയധികം നിരീക്ഷണങ്ങളും വിമർശനങ്ങളും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഇപ്പോൾ ക്ഷേത്രത്തിന്റെ അവിഭാജ്യ ഘടകമായിട്ടുള്ള ചുറ്റമ്പലങ്ങൾ, ഉപദേവാലയങ്ങൾ, പ്രതിഷ്ഠകൾ, കാവുകൾ, കുളങ്ങൾ എന്നിവയൊക്കെ ഒരു പരിഗണനയും കൂടാതെയാണ് ഈ വിവേചനരഹിതമായി അലൈൻമെന്റിൽ ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ ആ അലൈൻമെന്റ് സംബന്ധിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അന്നത്തെ ദേവസ്വം കമ്മീഷണർക്കുണ്ടായിരുന്ന എതിർപ്പ് കൂടിയാണ് അദ്ദേഹം അതിൽ ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ വിവേചനരഹിതമായി ഇത്തരം ക്ഷേത്ര നിർമ്മിതികളും അത് ഏകപക്ഷീയമായി ഏറ്റെടുക്കുന്നതിലോടുകൂടി ഈ നൂറ്റാണ്ടുകൾക്ക് മുൻപേ അല്ലെങ്കിൽ പുരാതന കാലത്ത് തച്ചുശാസ്ത്ര വിധിപ്രകാരവും വാസ്തുശാസ്ത്ര വിധിപ്രകാരവും ഒക്കെ വളരെ കർശനമായ നിയമങ്ങളോടെയും കർശനമായ ശാസ്ത്രീയ വിധികൾക്കനുസരിച്ച് നിർമ്മിച്ച ക്ഷേത്ര നിർമ്മിതികളിൽ വ്യാപകമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാന നിർമ്മിതികൾക്ക് തന്നെ മാറ്റം വന്നു, അല്ലെങ്കിൽ അത് നശിപ്പിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ പല ക്ഷേത്രങ്ങളുടെയും ക്ഷേത്ര സങ്കല്പങ്ങൾക്ക് വിഘാതമുണ്ടായിരിക്കുന്നു, ആചാര ലംഘനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കത്തിൽ കൃത്യമായി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതോടൊപ്പമാണ് ചില ക്ഷേത്രങ്ങളുടെ കാര്യമൊക്കെ അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ വിഷയങ്ങൾ ആദ്യഘട്ടത്തിൽ ദേശീയപാതയ്ക്ക് ഭൂമി ഏറ്റെടുക്കുന്ന ഡെപ്യൂട്ടി കളക്ടർ അധ്യക്ഷനായിട്ടുള്ള ലാൻഡ് അക്വിസിഷൻ അതോറിറ്റിക്ക് ഇത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടും ഒരു തരത്തിലുള്ള അനുകൂലമായിട്ടുള്ള നിലപാടുകളും അവർ സ്വീകരിച്ചില്ല എന്നുള്ളതൊരു വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ അതിനെതിരെയുള്ള ഒരു നിലപാടാണ് ഈ ഉദ്യോഗസ്ഥർ സ്വീകരിച്ചത് എന്നുള്ളതും ഈ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റു ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, പല ദേവസ്വം ഭൂമികളും സർക്കാർ പുറമ്പോക്കെന്ന് വരുത്തി തീർക്കുകയും അതങ്ങനെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അതിനൊരു ഉദാഹരണമായി അദ്ദേഹത്തിന്റെ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത് ഏതാണ്ട് രാജഭരണകാലത്ത് നിർമ്മിച്ച തിരുവനന്തപുരം കഴക്കൂട്ടത്തുള്ള ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ ഉപദേവതാ ക്ഷേത്രമായിട്ടുള്ള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതുപോലും പുറമ്പോക്കിലാണ് എന്നുള്ളത് വരുത്തി തീർത്താണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുത്തത് എന്നുള്ളൊരു കാര്യം അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്, ഒന്ന്, ഇത്രയധികം ക്ഷേത്രങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 25-ലധികം ദേവസ്വങ്ങളിൽ വരുന്ന ക്ഷേത്രങ്ങളും ഉപദേവതാ ക്ഷേത്രങ്ങളുമാണ് ഏറ്റെടുക്കപ്പെട്ടത്. അപ്പോൾ സ്വാഭാവികമായും ഇതിനെല്ലാം സംഭവിച്ചിരിക്കുന്നത് അപരിഹാര്യമായ ആചാര ലംഘനമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി ഒരിക്കലും പരിഹരിക്കാൻ കഴിയുന്ന രീതിയിലല്ല ഈ ക്ഷേത്രഭൂമികൾക്കും ക്ഷേത്ര സംവിധാനങ്ങൾക്കും സങ്കേതങ്ങൾക്കും നാശം വന്നിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഈ കഴക്കൂട്ടം ക്ഷേത്രത്തിൻ്റെ കാര്യമാണ്. അതായത് ഒരു രാജഭരണകാലം എന്ന് പറയുന്നത് ദേവസ്വം ഭൂമികൾ കൃത്യമായി ദേവസ്വത്തിന് വിട്ടു നൽകിയിരുന്ന കാലഘട്ടമാണ്. അന്ന് പോലും നിർമ്മിക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പോലും സർക്കാർ പുറമ്പോക്കിലാണ് എന്ന് വരുത്തി തീർക്കുന്നത് എന്ത് തരം നടപടിയാണെന്നുള്ളൊരു ചോദ്യം കൂടി അദ്ദേഹം എടുത്തു ചോദിക്കുന്നുണ്ട്. കൃത്യമായും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ഉയർത്തി ക്ഷേത്രഭൂമികൾ തട്ടിയെടുക്കുന്നതിനുള്ളൊരു സമീപനം സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു എന്നുള്ളത് ദേവസ്വം കമ്മീഷണറുടെ ഈ എതിർ നിലപാടുള്ള കത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഏതാണ്ട് 25-ലധികം ദേവസ്വങ്ങൾ, 4.55 ഏക്കറിലധികം വരുന്ന ഭൂമി, ഇതെല്ലാമാണ് സർക്കാർ ഈ ഹൈവേ വികസനത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ഏറ്റെടുക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിന്റെ നഷ്ടപരിഹാരം കൃത്യമായി നൽകിയിട്ടില്ല. ഇതിനൊപ്പം തന്നെയാണ് ദേവസ്വം ഭൂമികൾ എല്ലാം സർക്കാർ ഭൂമികളാണെന്നുള്ള ഒരു വ്യാജ നിലപാട് അല്ലെങ്കിൽ ഒരു തെറ്റായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കാൻ പോലുമുള്ള ധിക്കാരം സർക്കാർ കാട്ടിയിരുന്നു എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് വ്യാപകമായ രീതിയിൽ ക്ഷേത്രധ്വംസനം ക്ഷേത്രങ്ങളുടെ നേർക്കുണ്ടായിട്ടും അതിലൊരു നടപടിയെടുക്കാനോ ദേവസ്വത്തിന് ഏതെങ്കിലും രീതിയിലുള്ള ഒരു സഹായം ചെയ്യാനോ അല്ലെങ്കിൽ
അനുകൂലമായ നിലപാട് സ്വീകരിക്കാനോ പോലും സംസ്ഥാന സർക്കാരും സംസ്ഥാന ദേവസ്വം മന്ത്രിയും ഒന്നും സ്വീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. 2023 ഇത്തരത്തിലുള്ളൊരു കത്ത് ദേവസ്വം കമ്മീഷണർ സർക്കാരിന് കൈമാറുന്നത്. അതിൽ വ്യാപകമായി ചൂണ്ടിക്കാട്ടുന്നു ക്ഷേത്ര സങ്കേതങ്ങളുടെ പവിത്രത നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് കൃത്യമായി പറയുന്നു. ക്ഷേത്രങ്ങളുടെ ആചാരാനുഷ്ഠാന പ്രകാരമുള്ള അതിൻ്റെ ഒരു മഹത്വം നഷ്ടപ്പെടുന്ന രീതിയിലാണ് പലയിടത്തും ഏറ്റെടുക്കൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതും കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നു. അപ്പോൾ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ കേരളത്തിൽ വ്യാപകമായ ക്ഷേത്രധ്വംസനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ തന്നെ 2023 സർക്കാരിന് അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. പക്ഷേ ഇതിലേതെങ്കിലും രീതിയിലുള്ള നടപടികൾക്കോ തുടർ ഇടപെടലുകൾക്കോ സംസ്ഥാന ദേവസ്വം വകുപ്പ് തയ്യാറായിട്ടില്ല. കാരണം ക്ഷേത്രങ്ങൾക്ക് ഈ രീതിയിലുള്ള തകർച്ചകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ദേവപ്രശ്നങ്ങളടക്കമുള്ള നടപടികൾ നടത്തി ക്ഷേത്ര ചൈതന്യത്തെ അത് വീണ്ടും അവിടെ എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങളിലൂടെയൊക്കെ പോകേണ്ട സാഹചര്യമുണ്ട്. അതിന് ശാസ്ത്രീയമായ ഈ ദൈവശാസ്ത്രപരമായിട്ടുള്ള അല്ലെങ്കിൽ വാസ്തുവിദ്യാപരമായിട്ടുള്ള ക്ഷേത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട തച്ചുശാസ്ത്രപ്രകാരമൊക്കെയുള്ള നിരവധി കർമ്മങ്ങളും കാര്യങ്ങളും പൂജകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു നടപടികൾ നടത്തുകയോ ഈ പുനഃപ്രതിഷ്ഠകൾ നടത്തുകയോ ഒന്നും സംസ്ഥാന സർക്കാർ ചെയ്തിട്ടില്ല. നിലവിൽ ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കപ്പെടുന്ന നടുകെ വെട്ടിമുറിച്ചു പോയിട്ടുള്ള പല ക്ഷേത്രങ്ങളുമുണ്ട്. പലയിടങ്ങളിലും ഇപ്പോൾ ക്ഷേത്ര കോമ്പൗണ്ടുകൾക്കകത്തേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും അവിടേക്ക് മലിനജലങ്ങളൊക്കെ ഒഴുകിയിറങ്ങുന്ന സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നുണ്ട്. ഉപദേവതാ ക്ഷേത്രങ്ങൾ നഷ്ടമായിരിക്കുന്നു, പ്രതിഷ്ഠകൾ നഷ്ടമായിരിക്കുന്നു, അവയുടെ ചൈതന്യങ്ങൾ നഷ്ടമായിരിക്കുന്നു. അങ്ങനെ ഹിന്ദു ക്ഷേത്ര സങ്കല്പത്തെ നെടുകെ പുലർത്തുന്ന രീതിയിലാണ് ഈ ഹൈവേ വികസനത്തിൻ്റെ പേരിൽ വിവേചനരഹിതമായി ഏകപക്ഷീയമായി ഭൂമി ഏറ്റെടുക്കൽ ഉണ്ടായിരിക്കുന്നത്. അതിനുള്ള പരിഹാര നടപടികൾ പോലും ചെയ്തിട്ടില്ല. ആ പരിഹാര നടപടികൾ ചെയ്യുന്നതിന്, ക്ഷേത്രങ്ങൾ പുതുക്കി പണിയുന്നതിന്, നഷ്ടമായിട്ടുള്ള ക്ഷേത്ര വസ്തുക്കളിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലങ്ങൾ, കാവുകൾ, കുളങ്ങൾ ഇവയൊക്കെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തുകയായിട്ടുള്ള നഷ്ടപരിഹാര തുകയും സംസ്ഥാന സർക്കാർ തട്ടിയെടുത്തു. ആ പണവും സംസ്ഥാന സർക്കാരിൻ്റെ അക്കൗണ്ടിലേക്ക് പോയി. അതിൽ നയാ പൈസ പോലും ദേവസ്വം ബോർഡിന് തിരിച്ചു നൽകാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. ഇപ്പോൾ അത് ഹർജിയായി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോഴാണ് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ 2023 നൽകിയിരിക്കുന്ന ഹിന്ദു വിശ്വാസികൾക്ക് വളരെ വേദനയുണ്ടാക്കുന്ന ഈ വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നത്. രാഖി, പ്രജിത്ത്, ഹൈവേ വികസനത്തിന്റെ പേരിൽ നടന്ന വ്യാപകമായ ക്ഷേത്രധ്വംസനത്തിന്റെ വിവരങ്ങളാണ് ജനം TV പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ക്ഷേത്രഭൂമികളായിക്കോട്ടെ, പ്രതിഷ്ഠകളായിക്കോട്ടെ, വിവേചനരഹിതമായും ഏകപക്ഷീയവുമായി ഏറ്റെടുത്തുവെന്ന് അടിവരയിട്ട് പറയുന്നത് ദേവസ്വം കമ്മീഷണർ തന്നെയാണ്. ക്ഷേത്ര സങ്കല്പങ്ങൾക്കും ആചാരാനുഷ്ഠാനങ്ങൾക്കും കോട്ടം സംഭവിച്ചു എന്ന പരാതിയിൽ ഉണ്ടതാനും. എന്തായാലും ഇത് സംബന്ധിച്ച് സർക്കാരിന് തിരുവിതാംകൂർ ദേവസ്വം കമ്മീഷണർ ഒരു കത്ത് നൽകിയിരുന്നു. ആ കത്താണ് ജനം TV പുറത്ത് വിട്ടത്.